ഒരു റിലേഷൻഷിപ്പിലുള്ള രണ്ടുപേര് തമ്മിൽ ഭയങ്കരമായിട്ട് ഫൈറ്റ് നടക്കുക. അപ്പൊ ഒരാൾ പെട്ടെന്ന് സൈലന്റ് ആയി. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പങ്കാളികളിൽ ഒരാൾ വൈകാരികമായി പിൻവാങ്ങുന്നതിനെയാണ് ഇമോഷണൽ വിഡ്രോവൽ എന്ന് പറയുന്നത്. ഒരു തർക്കം ഉണ്ടാകുമ്പോൾ രണ്ടുപേരിൽ ഒരാൾ മിണ്ടാതിരിക്കുന്നത് എപ്പോഴും ഒരു മോശം ഉദ്ദേശമാവണമെന്നില്ല. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്ന് തോന്നുമ്പോഴോ അല്ലെങ്കിൽ സഹിക്കാവുന്നതിലും അപ്പുറം ദേഷ്യമോ സങ്കടമോ ഒക്കെ വരുമ്പോഴോ ഇനിയിപ്പോ കൂടുതൽ സംസാരിച്ചാൽ നിയന്ത്രണം വിട്ടു പോയാലോ എന്നൊക്കെ കരുതിയാവാം. നിശബ്ദനാകുന്ന ആൾ എനിക്ക് ദേഷ്യം അടങ്ങാൻ കുറച്ച് സമയം വേണം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് പിൻവാങ്ങുകയാണെങ്കിൽ അതൊരു മോശം കാര്യമല്ല, ആരോഗ്യകരമായ ഒരു രീതിയാണ്. അത് മാത്രമല്ല, ചില ആളുകൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് മറുപടി തരാൻ പറ്റിയെന്ന് വരില്ല. കാര്യങ്ങൾ വ്യക്തമായി ആലോചിച്ച് സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കി മറുപടി പറയാൻ അവർക്ക് കുറച്ച് സമയം ആവശ്യമാണ്. ഒരു വഴക്കുണ്ടാവുമ്പോൾ രണ്ടിൽ ഒരാൾ പെട്ടെന്ന് സൈലന്റ് ആയാൽ അതിനർത്ഥം അവർക്ക് അഹങ്കാരമാണെന്നോ സംസാരിക്കാൻ താല്പര്യമില്ല എന്നോ ഒന്നുമല്ല. അവർ ഇമോഷണലി വിഡ്രോ ചെയ്യാണ്. അവർക്ക് നിങ്ങളോടൊന്നും പറയാനില്ലാഞ്ഞിട്ടല്ല, അവരുടെ വാക്കുകൾ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്, വീണ്ടും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് അവരുടെ മനസ്സിലുള്ള ദേഷ്യവും വിഷമോ ഒന്നും ഇങ്ങനെ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്നതിന് പകരം അവർ സ്വയം ഉള്ളിലേക്ക് വലിയുന്നതാണ്. പറയാനുള്ള മറുപടിയും അവരുടെ ഫീലിങ്സും ഒക്കെ വ്യക്തമായിട്ട് അവർക്ക് അറിയാം, അത് അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് പറയാൻ തുടങ്ങുമ്പോൾ വാക്കുകൾ സ്റ്റക്കായി തൊണ്ടേ കുരുങ്ങിപ്പോകും. ആ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ഇതിന് പറയുന്ന പേരാണ് സെൽഫ് റെഗുലേഷൻ. സ്വന്തം വേദനകളും വിഷമങ്ങളും ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വകാര്യമായി കൈകാര്യം ചെയ്യുക. നിങ്ങളുടെ കൂടെ എത്ര ക്ലോസ് ആയിട്ടുള്ള ആളാണെങ്കിലും ഇത് അവരുടെ ശീലമായിട്ടുണ്ടാവാം. ഇതുപോലെ ഒരാളെ നമ്മൾ ആറ്റിറ്റ്യൂഡ് ആണ് അല്ലെങ്കിൽ ഭയങ്കര ഷൈ ആണ്, ഇൻട്രോവേർട്ട് ആണെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ സത്യം അതായിരിക്കില്ല. അവർക്ക് വേണ്ടത് ചിലപ്പോൾ അവർ പറയുന്നത് കേൾക്കുന്ന ഒരാളെ അല്ല, അവരുടെ സൈലൻസ് പോലും മനസ്സിലാക്കി അവരുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരാളെയാണ്. ഒരു മനുഷ്യനും ജനിക്കുമ്പോൾ എങ്ങനെയല്ല, ചില മനുഷ്യർ സമാധാനം പഠിച്ചെടുക്കുന്നത് ഇങ്ങനെയുള്ള വഴികളിലൂടെ ആയിരിക്കും.